നമസ്കാരം, ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. നമുക്ക് 2025 മെയ് മാസം വ്യാഴമാറ്റ ഫലങ്ങളിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലുള്ളവർക്ക് 11ാം ഭാവത്തിലേക്കാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ വരുന്നവർക്ക് സകല കാര്യ നേട്ടം, ദാമ്പത്തിക സൗഖ്യം, കാര്യ വിജയം, സമ്പൽ സമൃദ്ധി ഒക്കെ ഉണ്ടാകും. എന്നാൽ കന്നി രാശിയിൽ വരുന്ന ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അപ്പോൾ ഈ പാദക്കാർക്ക് 10ാം ഭാവത്തിലേക്കാണ് വ്യാഴൻ പകർന്നിരിക്കുന്നത്. അപ്പോൾ 10ാം ഭാവത്തിലേക്ക് പകരുന്ന വ്യാഴൻ നമുക്ക് തൊഴിൽ മേഖലകളിൽ തടസ്സം വരാൻ സാധ്യതയുണ്ട്. തർക്ക വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥാനമാനങ്ങൾ തടയപ്പെടുകയും സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് ചില തടസ്സവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോവുകയാണ് എങ്കിൽ അത് ഇപ്പോൾ മാറ്റം വരുത്താതെ മുന്നോട്ട് പോകുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ മാറ്റം വരുത്തുന്നതിലൂടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാം. അതുപോലെ കുടുംബകാര്യങ്ങളിലും വിവാഹാദി കാര്യങ്ങളിലും പെട്ടെന്നുള്ള തീരുമാനങ്ങളോ, കുടുംബ കേസുകൾ, കുടുംബ കോടതികളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനത്തിന് സാധ്യത, അത്തരത്തിനൊരു കാര്യത്തിനുള്ള ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാതിരിക്കുകയോ കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ, അതായത് നല്ലതെന്ന് കരുതി തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു കാലഘട്ടം നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോകണം. കന്നിക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാർക്ക്, അതായത് 2, 3, 4 പാദത്തിൽ വരുന്നവർക്ക് വ്യാഴൻ അനുകൂലനല്ല. അപ്പോൾ അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, മഹാസുദർശന യന്ത്രം ചെയ്ത് ധരിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക.